എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒന്നും അല്ല ഇത്. പക്ഷേ അത് ചെയ്യേണ്ടതായിട്ട് ഒരു ആവശ്യകതയായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മുടെ കേരളത്തിൽ മുഴുവൻ അതിശക്തമായ മഴ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മഴയത്ത് മനുഷ്യൻ പോലും നനയാനായിട്ട് നമുക്ക് പോലും പുറത്തിറങ്ങാനും ഒക്കെ നമ്മളൊക്കെ വീടുകളിൽ തന്നെ കൂടിയിരിക്കുന്ന സമയത്ത് ഈ മിണ്ടാപ്രാണികളെ വഴിയിൽ ഉപേക്ഷിച്ച് പോണവരടുത്ത് ഒരു സ്നേഹത്തോടെ ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാലുകുടി പോലും മാറാത്ത കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളെ ഈ റോഡിൽ ഉപേക്ഷിച്ച് പോകുന്നവരുടെ അടുത്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ മക്കളെയാണെങ്കിൽ നിങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ച് പോകും, ഇതേപോലെ ഒന്നും അല്ലാണ്ട് പറ്റാത്ത രീതിയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ആവശ്യമില്ല വഴിയിൽ ഉപേക്ഷിക്കാം. പക്ഷേ അതിൻ്റെ പാലുകുടി മാറി അവറ്റകളൊന്ന് സ്വയമായിട്ട് ഭക്ഷണം തേടി കഴിക്കാൻ പാകുന്ന സമയം ആവുന്നവരെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തുകൂടെ? അതുവരെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അതിൻ്റെ അമ്മ തന്നെ അതിന് പാല് കൊടുത്തോളും. അപ്പോൾ വീടുകളിൽ നിന്നൊക്കെ ഒഴിവാക്കി വിടുമ്പോൾ നിങ്ങളത് മാത്രം ഒന്ന് ചിന്തിക്കുക. അല്ലാതെ ഈ വഴിയിൽ കിടക്കുന്നതിനെ മുഴുവൻ ഇങ്ങനെ ഒരു നനഞ്ഞ് തണുത്ത് വിറച്ച് അവറ്റകൾക്ക് ഭക്ഷണങ്ങളില്ലാതെ ആകെ വളരെ സങ്കടാവസ്ഥയിൽ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഹൃദയമലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഒരു പഴയതൊരു മഹാൻ പറഞ്ഞ പോലെ ഒരു മൃഗസ്നേഹിക്ക് മാത്രമാണ് ഒരു നല്ല മനുഷ്യസ്നേഹിയാകാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് പോകാൻ ഇട്ടിട്ട് പോകാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ അതിന് ശേഷം അവറ്റകൾ ആ വഴി കിടന്ന് അനുഭവിക്കുന്ന ഇതൊക്കെ വിഷമങ്ങൾ, വണ്ടി കയറി ചത്തു പോവുക. പ്രത്യേകിച്ച് നമ്മളൊക്കെ വണ്ടി ഫീൽഡായിട്ടൊക്കെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, അറിയാതെ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ വണ്ടി കയറി പോണ കാഴ്ചകൾ കാണാറുണ്ട്. നമുക്കൊക്കെ വളരെ വിഷമമുള്ള കാര്യം. കാരണം അറിഞ്ഞുകൊണ്ട് ഒരു ജീവൻ്റെ മേലെയും ഒരു വണ്ടി കയറരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ഡ്രൈവർമാരും. തീർച്ചയായും നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് ടയറിൽ വെള്ളം ഒഴിക്കാനും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പഴമക്കാരൊക്കെ പറഞ്ഞു തന്ന രീതിയിൽ. അപ്പോൾ ഇനിയെങ്കിലും ഇതേപോലെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാതെ, പറ്റില്ലെങ്കിൽ നിങ്ങൾ അതിനെ ആ മുലകുടി മാറുന്ന സമയം വരെയെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം വേണമെങ്കിൽ ആ കുട്ടികളെ പുറത്തേക്ക് വിട്ടാൽ അവർ സ്വയമായിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും തിന്ന് ജീവിച്ചോളും. പക്ഷേ ഈ ദാരുണാവസ്ഥ വഴി കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഇതേപോലെ ഉപേക്ഷിച്ച് പോകുന്നവർക്കൊരു കാര്യം ഞാൻ പറയാനുള്ളൂ. നിങ്ങൾ ആ പുതിയതായിട്ട് ഇറങ്ങി നമ്മുടെ ചാർലി എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഒന്ന് കാണണം. അതിനകത്തേക്ക് ആ മൃഗവും മനുഷ്യനും തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള കുറേ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോണ സന്ദർഭങ്ങളിലൂടെയാണ് ആ സിനിമ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മൃഗസ്നേഹം എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിലൂടെ പഠിക്കാൻ പറ്റിയെന്ന് വരും. ഈ വീഡിയോ നമ്മൾ ചെയ്യണത് തീർച്ചയായിട്ടും ഒരാളാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറേ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്യണത്. കാരണം പറഞ്ഞാൽ നമുക്ക് കണ്ടപ്പോൾ അത്രയും മനസ്സിന് വിഷമം തോന്നിയത്. ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന 5 കുഞ്ഞുങ്ങളുണ്ട്. അതിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് കണ്ടപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും, അതായത് ഓരോ വണ്ടിക്കാർ വന്ന് ചവിട്ടി നിർത്തിയിട്ട് അത് ചിലപ്പോൾ ഒരു ഇത്തിരി സ്നേഹമില്ലാത്തവരാണ് അതിൻ്റെ മുകളിൽ കൂടെ കയറ്റിയിട്ട് അങ്ങ് പോവുള്ളൂ. ചിലർ നിർത്തുന്നുണ്ട്. അപ്പോൾ റോട്ടിൽ കിടന്ന് ചത്തു പോകണ്ടല്ലോ എന്നൊരു നമുക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ കുറേ നാൾ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ 5 എണ്ണത്തിനെ വളർത്താനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത്രയും നല്ല മഴ പെയ്യാണ്, ഈ മഴ സമയമാണ്, ഇപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയമാണ്. അപ്പോൾ അവറ്റകൾക്ക് നനയാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക, കുറച്ച് ഭക്ഷണം വെച്ച് കൊടുക്കുക. നമ്മൾ ഈ വഴി കടന്നു പോകുന്നതാണെങ്കിൽ ഇടയ്ക്ക് അവറ്റകൾക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കുക. ഒന്ന് സ്വയം പ്രാപ്തി എത്തി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി സ്വയമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ സമയമാവുന്ന സമയത്ത് അവറ്റകൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴി വെച്ച് കാണുമ്പോൾ അവറ്റകളെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒന്നില്ല അറ്റ്ലീസ്റ്റ് നനയാത്ത സ്ഥലത്തെങ്കിലും അവറ്റകളൊന്ന് ആക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലത്തിന് ഒരു സ്ഥിരം സങ്കേതമൊന്നുമല്ല, പക്ഷെ തൽക്കാലത്തിന് അവറ്റകൾ ഒരു ചെറിയൊരു പണി തീരാത്ത വീടിനുള്ളിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് പോവാം.
കുറച്ചായി കഴിയുമ്പോൾ മറ്റുള്ളവരെ പുറത്തേക്ക് പൊക്കോളും. ഒരു അങ്ങനെ പണി പകുതിയായി കിടക്കുന്ന വീടാണ്. അപ്പോൾ തൽക്കാലത്തിന് മറ്റുള്ളവർക്ക് നനയാണ്ട് ഇരിക്കാനുള്ള കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ നമ്മൾ അത്യാവശ്യമൊക്കെ ഇവിടെ അടുത്ത് ഇടയ്ക്ക് വരുന്നവരാണ്. അപ്പോൾ ഇനി വന്ന് നോക്കാം, ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കാം. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും. വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച മാത്രമേ ഇനി നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ വഴി കൂടെ പോകുമ്പോൾ ഇതെല്ലാം കാണും, ആർക്കെങ്കിലും സഹായിക്കുകയോ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഒരു നനയാത്ത സ്ഥലത്ത് വെക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ഭക്ഷണങ്ങൾ വെക്കാതിരിക്കുക. കാരണം ചെറിയ കുഞ്ഞുങ്ങളാണ്, അപ്പോൾ ഉറുമ്പൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് മാറ്റി വയ്ക്കുക. അവരുടെ കിടക്കാനായിട്ട് ഒരു അട്ടപ്പെട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തിരി മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ വർഷത്തിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ മേത്തേക്ക് ഉറുമ്പ് കയറാനുള്ള സാധ്യത വളരെ കുറയും. അപ്പോൾ അതൊക്കെ ഒന്ന് അതുകൊണ്ട് നമുക്ക് എന്താ പറയുകയെന്ന് വെച്ചാൽ മുകളിലേക്കൊന്നും ദൈവം കാണണ്ട, അതിനുള്ള ഫലം നമുക്ക് ദൈവം തന്നോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.